ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഗൈസ്. നമ്മൾ ഇന്ന് ചെറിയൊരു ട്രിപ്പ് നമ്മൾ വന്നേക്കുവാണ്. ട്രിപ്പ് എന്ന് വെച്ചാൽ വലിയ ട്രിപ്പൊന്നുമല്ല, ജസ്റ്റ് ഒരു കോളേജിൽ നമ്മൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഒരു ട്രിപ്പ് വന്നു. ഒരു ഏതോ സ്ഥലം, ഏത് സ്ഥലം എന്ന് ചോദിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. എനിക്ക് സ്ഥലം കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. നമുക്ക് വേണ്ട നമ്മുടെ കൂടെ രാജനുണ്ട്, ഞാനുണ്ട്, എല്ലയുണ്ട്, ഇപ്പോൾ കേശവുണ്ട്. അവന്മാരൊക്കെ മണ്ടയ്ക്ക് ഒരു പാറയുടെ മണ്ടയ്ക്ക് നമ്മൾ കയറാൻ പോകും. വലിയൊരു പാറയുടെ മണ്ടയ്ക്ക് പോയി സേഫായിട്ട് കയറണം. ഒന്നാമത് സൂക്ഷിച്ചൊക്കെ പോകേണ്ട സമയമാണ്. വെച്ചാൽ വെള്ളവും കാര്യങ്ങളും മഴയും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇവിടെ വലിയ മഴയില്ല ഗൈസ്. ഞാൻ കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ വലിയൊരു പാറയാണ്. കാണിച്ചു തരാം. ഈ പാറ ഉണ്ടോ? അയ്യോ, പാറ ഉണ്ടേ. ആണ്ടാ ഈ പാറ ഉണ്ടോ? ഈ പാറ നമ്മൾ ആദ്യമേ അവിടുന്ന് കയറി വന്നു. ആ പാറയിൽ നിന്ന് അവിടുന്ന് കയറി ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ആണ്ടാ ഈ പാറ കയറി ഇനി മണ്ടയ്ക്ക് പോകണം, മേലെ പോകണം. മേലെയാണ് ഇതിൻ്റെ വ്യൂ ഗൈസ്. നമുക്ക് പയ്യെ കയറി പോയി എന്ന് വെച്ചാൽ ഫുള്ള് തെന്നുന്ന സ്ഥലം ഗൈസ്. കണ്ടോ ഗൈസ്, നമ്മുടെ രാജാണ്ട കേശമൊക്കെ മേലെ വൈബ് അടിച്ചിരിക്കുന്നത്. അത്രയും കിട്ടുന്ന സ്ഥലം ഗൈസ്. ഉണ്ടോ? ഇതാണ്. എങ്ങനെയുണ്ടാ നിക്കി സ്ഥലം? കേശവ എങ്ങനെയുണ്ട്? കേശവ എനിക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. ഒന്നില്ലേ കേശവേ? കേശവ് ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ എന്തുവാ? വെള്ളസ്ഥാനത്തിന്റെ പേര് എന്തുവാടാ? അത് വെള്ളസ്ഥാനം കോട്ടയോ? കോട്ട ഗൈസ്. കേശവന്റെ കോട്ട ഇവിടെ എത്തിയിട്ടില്ല. കോട്ട എത്രയും പെട്ടെന്ന് ഇവിടെ എത്തുമെന്ന് നമ്മൾ അഭിനയം പറഞ്ഞാടാ. അഭിനയം എന്താടാ കോട്ട? എന്തേ അതോ അവിടാണ് കോട്ട. നമ്മുടെ കേശവന്റെ കോട്ട അവിടെ അന്ന് എത്തിക്കുന്നുണ്ട്. അവിടെ കുറച്ച് കോട്ടയുണ്ട്. കോട്ട അവിടെ വരും. നമുക്ക് ആ മല കയറി പോയിരുന്നില്ലയോ? എല്ലാം എങ്ങനെയുണ്ട്? സംഭവം എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? കൊള്ളാവോ? തണുപ്പുണ്ടോ? ഗൈസ് സത്യം പറഞ്ഞാൽ നല്ല തണുപ്പാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ഇത് കോട വരുമോ കേശവ? നമുക്ക് ഇമ്മര് പറയുന്ന കോട വരും എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. കുറച്ച് വെയിറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. പക്ഷെ ഒരു വൈബ് ഉണ്ടില്ലയോ പാറയുടെ മേലേക്ക് നിന്ന്? ഇല്ലടാ രാജാ, ഒരു കിടിലൻ തണുപ്പ്. പക്ഷെ ഒരു മൺസൂൺ ആ സത്യം പറഞ്ഞത്. മഴ ഒരു കോട കുറച്ച് കുറവാണ്. എന്നാലും നിങ്ങൾക്ക് വന്ന എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. കിടിലൻ സ്ഥലം തന്നെ. ഇല്ലടാ, ഒരു വേറൊരു അറ്റ്മോസ്ഫിയർ. അവിടെ കുറച്ച് നല്ല കോടയുണ്ട്. ഓക്കെ, ഇതാണ് സ്ഥലം. എവിടെ വെള്ളം? കുളിക്കാൻ പറ്റുമോ? സാധാ വെള്ളം. ഇതിന്റെ മേലെ കയറിയാണ്ട് ഒന്നങ്ങോട്ടോ പോയാൽ താഴെ കിടക്കും. ഇവിടെ ഈ പാറ ഇളകിയിലും പോയി പാറ. ഇരിക്കുന്നതൊക്കെ കൊള്ളാം ഗൈസ്. ഇതാണ് കണ്ട സ്ഥലം. നമ്മൾ അവിടെ നിന്നാണ്ട് ഇങ്ങനെ കേറി ഇങ്ങനെ പിന്നെ ഇവിടുന്ന് കയറി ഇവിടുന്ന് കയറി വന്നുണ്ടോ. ഇതാണ് സ്ഥലം. ഇവിടെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇല്ലടാ, അതെന്താ വെള്ളത്തിനാണോ അത് ഗൈസ്? എവിടെ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറയാം. നമുക്ക് വെള്ളച്ചാട്ടം നമുക്ക് വെള്ളത്തിൽ പോയി നമുക്ക് കുളിക്കണ്ടേ. സോ നമുക്ക് മെയിനായിട്ട് നമുക്ക് കുളി മസ്റ്റാണ്. തണുത്ത വെള്ളത്തിൽ കുളിക്കുന്ന മസ്റ്റായിരിക്കണം. സോ നമുക്ക് തണുപ്പത്തിൽ കുളിക്കണ്ടേ. നല്ല വെള്ളം, കിടിലൻ വെള്ളം. അത്ര വെള്ളം. എന്തായാലും നമുക്ക് നോക്കാം. വെള്ളമെങ്കിൽ വെള്ളം ഗൈസ്. അങ്ങനെ ഞങ്ങള് പാറ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് അതിന്റെ മേലെ ഒരു വലിയൊരു പാറയുണ്ട് കേട്ടോ. അവിടെ ഭയങ്കര കോട, നല്ല കോടയും നല്ല തണുപ്പ്, നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ. നല്ല സീസണാണെന്ന് തോന്നുന്നു. സീസൺ ആയിട്ടില്ല, എന്നാലും സീസണായി വരുന്നുണ്ട്. എന്നാലും നമുക്ക് നല്ല തണുപ്പും നല്ല കോടയൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ടൈം ആയിട്ടില്ല, കോടയുടെ ഒരു ടൈം ആയില്ല. അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് കോടയായിരുന്നു. ഫുള്ള് കോട. നമ്മളാണെങ്കിൽ ഒരു 5-6 പേരാണ് നമ്മുടെ കാറിലാണ് നമ്മൾ വന്നേക്കുന്നത്. ഇനി നമുക്ക് ലവ്മാരാണെങ്കിൽ കേശവ് നിൽക്കുകയാണെങ്കിൽ മേലെ ഒരു പാറയുണ്ട്. അവിടെ പോയി വെച്ചാൽ അവിടെ ഫുള്ള് കോടയാ. അതോ വരിക ഗൈസ്. നമുക്ക് ഇനി മേലേക്ക് പോവാം. മേലേക്ക് നമുക്ക് നടന്നു പോയി നോക്കാം. നിക്കിയും കേശവോടെ നടന്ന് തുടങ്ങി. ഇനി നമുക്ക് നടന്നു പോവാം. അഭിനേ അമര് വരുന്നുള്ളൂ. നമുക്ക് നടന്ന് മേലെ എത്താം. നല്ല തണുപ്പായതുകൊണ്ട് നല്ല വിശക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും നമുക്ക് പോയി കണ്ടു നോക്കാം ഗൈസ്. സത്യം പറഞ്ഞാൽ ഈ കോളേജ് ലൈഫ് സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്യേണ്ടതാണ്. മസ്റ്റായിട്ട് കോളേജ് +2 കഴിഞ്ഞിട്ട് കോളേജ് ലൈഫ് എൻജോയ് ആണ്. എന്ന് വെച്ചാൽ പഠിക്കാൻ മാത്രമല്ല, ഒരു കാരിയർ പഠിച്ച് എനിക്ക് ഹായ് ഗൈസ്, നിങ്ങൾ ഉറപ്പായിട്ടും +2 കഴിഞ്ഞിട്ട് ഒരു കോളേജിലും നല്ലൊരു കോളേജ് അഡ്മിഷനൊക്കെ എടുത്ത് പോകേണ്ടതാണ്. കോളേജ് ലൈഫൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് പോകേണ്ട ടൈമൊക്കെയാണ് കോളേജ് ലൈഫ്. സത്യം പറഞ്ഞാൽ തണുപ്പും വലിയൊരു കയറ്റമൊക്കെ കയറി വന്നപ്പം അണയ്ക്കുന്നു.
സത്യം പറഞ്ഞല്ലോ കോളേജ് എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച് സപ്ലിയോ എക്സാം എഴുതുകയോ അതൊന്നുമല്ല. സത്യം പറഞ്ഞാൽ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് നല്ലപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ട്രിപ്പ് പോകാൻ പറ്റും. അല്ലാണ്ട് മണ്ടന്മാരും കൊണ്ടുവരുന്നു. എന്താ വെച്ചാടാ അവിടെ സ്ഥലമില്ലയോ? മേലേക്ക് പോകാനുള്ള പ്ലാനിങ് ആണ്. അതുപോലെയൊക്കെയാണ് കാര്യം. കോളേജ് ലൈഫ് ഒരിക്കലും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഈ വീഡിയോ പോകാൻ പറ്റൂലേ? അതാണ് ഗൈസ്, നമുക്ക് വേറെ വരി സെറ്റാക്കിയിട്ടുണ്ട്. കേശവൻ്റെ കോട കാണാൻ പോവാണ് നമ്മൾ. കേശവന്തോടെ ഇടിക്കുക നമ്മളെ. ഗൈസ് അങ്ങനെയാണ് കാര്യം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ കോളേജ് ഒരിക്കലും മിസ്സാക്കരുത്. കോളേജ് ലൈഫ് എൻജോയ് ചെയ്ത് നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ ട്രിപ്പ് പോയോ, എവിടെയാണെന്ന് വെച്ചാൽ കറങ്ങാൻ പോയോ, കുറച്ച് നല്ല കിടിലം ഫ്രണ്ട്സിനൊക്കെ സെറ്റാക്കിയിട്ട് കറങ്ങാൻ പോയോ, വൈബാക്കിയോ സെറ്റാക്കുക. അതാണ് കോളേജ് ലൈഫ്. അല്ലാതെ പഠിച്ച് ഇരുന്ന് എക്സാം എഴുതി അപ്ലൈ എഴുതി ഇരുന്ന് മാത്രം പോരാ. ഇങ്ങനെയുള്ള കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഗൈസ്. ഞാൻ നേരത്തെ പറയണമെന്ന് വെച്ചാൽ പക്ഷേ ഇപ്പം പറയാൻ തോന്നി. ഗൈസ് എന്തോടെ ഇത് വലിയ കയറ്റാൻ ഇത്. ഓക്കെ കോട നോക്കിയേ. കോട മേലെ ഉണ്ട്. നമുക്ക് മേലെ പോയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, വരുന്നവരേക്ക് നമ്മൾ കിടി കണ്ട് ഇതിന് എത്ര കാലം ഉണ്ടെന്ന് നിങ്ങൾ എണ്ണി ഇതിൽ കമന്റ് ചെയ്യണം കേട്ടോ. എന്തോ എത്ര കാലം ഉണ്ടെന്ന് എണ്ണി നിങ്ങൾ കമന്റ് ബോക്സ് ഇടണം കേട്ടോ.